കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ ക്രിക്കറ്റിന് തളർച്ചയാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിൽ ക്രിക്കറ്റിന് വളർച്ചയുടെ പാതയിലാണെന്ന് തോന്നുന്നു. ICC അടുത്തിടെ ക്രിക്കറ്റ് നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റുകളിൽ നിന്ന് മാറി ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും പുതിയ പരിഷ്കാരങ്ങൾ കൊരുകയാണ് ICC. അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ICC. ഈ നിയമങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ നിയമങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്താൽ ഓരോ നിയമങ്ങളും ഓരോ വീഡിയോ ആയി പറയേണ്ടി വരും. പക്ഷേ ഈ പരിഷ്കരിച്ച നിയമങ്ങളൊക്കെ കൂടി എനിക്കറിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. സിക്സ് സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമയോടെ വീഡിയോ മുഴുവൻ കേട്ടിരിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. നമ്മളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സുഹൃത്തുക്കളെ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ നിയമങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഒരു മുന്നോടിയായിട്ട് ഇപ്പൊ നടക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതലോ 2 മുതലോ ആയിട്ട് ഏകദിന ക്രിക്കറ്റിൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ മാറ്റങ്ങൾ വരുമെന്ന് ICC പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ക്ലോക്ക് അടക്കമുള്ള പല മാറ്റങ്ങളുമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്നതും നിലവിൽ വരുന്നതും. ആ മാറ്റങ്ങളെ കുറിച്ച് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ മാറ്റമാണ് സ്റ്റോപ്പ് ക്ലോക്ക്. അതായത് പരിമിത ഓവർ ക്രിക്കറ്റുകളിൽ നിന്ന് മാറി അതായത് ടെസ്റ്റ് ക്രിക്കറ്റുകളിൽ സമയം ലാഭിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ക്ലോക്ക് എന്ന നിയമം പുനരാവിഷ്കരിക്കാൻ പോകുന്നു. അതിന്റെ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നുള്ളതാണ് ആദ്യം. ഈ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഓവർ കഴിഞ്ഞ് അടുത്ത ഓവർ എറിയാൻ 1 മിനിറ്റ് 60 സെക്കൻഡ് സമയം മാത്രമേ നൽകുകയുള്ളൂ. 60 സെക്കൻഡിനുള്ളിൽ ഓവർ എറിഞ്ഞില്ലെങ്കിൽ ആദ്യ 2 തവണ അമ്പയർക്ക് ബൗളിംഗ് ടീമിനെ അതായത് ഇതിന് ശാസന കൊടുക്കാം, താക്കീത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് ചെയ്യുകയാണെങ്കിൽ എതിർ ടീമിന് 5 റൺസ് പെനാൽറ്റി. ഇത് കഴിഞ്ഞ വർഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നടപ്പാക്കിയ ഒരു നിയമമാണ്. ഈ വർഷം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് നടപ്പാക്കുന്നു എന്നുള്ളൂ. അതുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓവർ റേറ്റ് നിരക്ക് കൂട്ടുവാനും ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് ICC വിചാരിക്കുന്നത്. ചിലപ്പോൾ അതിന് കഴിയുമായിരിക്കും. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഉമനീരിന് ഒരു പൂട്ട്. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ബോളിൽ ഉമിനീര് പുരട്ടുന്നതിന് നിയന്ത്രണങ്ങൾ ICC ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചില താരങ്ങൾ ഇപ്പോഴും ഉമിനീര് പുരട്ടാറുണ്ട്. ഉമിനീര് പുരട്ടി കഴിഞ്ഞാൽ ആ ബോൾ മാറ്റി പുതിയ ബോൾ എടുക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷെ ഇനി അത്തരത്തിൽ ബോൾ മാറ്റേണ്ടതില്ല. ആ ഒരു തന്ത്രത്തിന് കളിക്കാരെ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ കളിക്കാരേക്ക് ആ ഒരു തന്ത്രത്തിന് പൂട്ട് വീണിരിക്കുകയാണ്. ഇനി എതിർ ടീമിന് 5 റൺസ് പെനാൽറ്റിയാണ് അനുവദിക്കാൻ പോകുന്നത്. അമ്പയറുടെ താക്കീതിനുൾപ്പെടെ എതിർ ടീമിന് വിലക്കോ മറ്റോ വരുവാൻ സാധ്യതയുണ്ട്. എതിർ ടീമിന് 5 റൺസ് പെനാൽറ്റിയും കൊടുക്കും. ബോളോട്ട് മാറ്റുകയുമില്ല. അത് ബോൾ മോശമാണെങ്കിൽ മാത്രമേ മാറ്റുകയുള്ളൂ. ബോൾ പരിശോധിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബോൾ മാറ്റില്ല എന്നാണ് പുതിയ നിയമം. അടുത്ത നിയമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ബാറ്റിംഗിലിടയിലെ ഓട്ടമുണ്ടല്ലോ, അതായത് റൺ ഓടിയെടുക്കുന്നതിലെ ഒരു നിയമത്തെ പറ്റിയാണ് പറയുന്നത്. ഷോർട്ട് റൺ പോളിസി എന്നാണ് ഈ നിയമത്തിന്റെ പേര്. അതായത് ചില സമയങ്ങൾ വിക്കറ്റിനിടയിലെ ഓട്ടങ്ങൾക്കിടയിൽ ചില ബാറ്റർമാർ ക്രീസിൽ ബാറ്റ് കുത്തുകയോ അല്ലെങ്കിൽ കാൽ സ്പർശിക്കാതോ ഓട്ടം 2-ാമത്തെ റൺസിനോ 3-ാമത്തെ റൺസിനോ ഓട്ടം പൂർത്തിയാക്കാറുണ്ട്. പക്ഷേ ഇതിനാണ് ഒരു ഷോർട്ട് റൺ പോളിസി പുതിയതായിട്ട് നിലവിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനഃപൂർവ്വമാണ് ബാറ്റർ അത് ക്രീസിൽ കുത്താതെയാണ് ഓടുന്നതെങ്കിൽ അമ്പയർക്ക് അല്ലെങ്കിൽ എതിർ ടീം ക്യാപ്റ്റന് തീരുമാനിക്കാം 5 റൺസ് പെനാൽറ്റി. ഏത് ബാറ്ററാണ് അടുത്ത അതായത് റൺ അവിടെ എടുക്കേണ്ടത്, എതിർ എൻഡിൽ ആര് നിൽക്കണമെന്ന് തീരുമാനിക്കാം. മാത്രമല്ല എതിർ ടീമിന് 5 റൺസ് പെനാൽറ്റി ലഭിക്കുകയും ചെയ്യും. ഇത് വരുന്നത് നോബോൾ ക്യാച്ച്. ഇപ്പൊ സാധാരണ ക്രിക്കറ്റ് നിയമങ്ങൾ എന്താണ്? നോബോളിൽ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ 1 റൺസ് ഓടിയിരുത്താം. ആ 1 റൺസ് ബാറ്റർക്ക് ലഭിക്കും, എതിർ ടീമിൽ ലഭിക്കും. പക്ഷേ പുതുതായി വരുന്ന നിയമം അനുസരിച്ച് ആ നോബോൾ റിവ്യൂ അല്ല, ആ നോബോൾ പരിശോധിക്കുകയും കൃത്യം ക്യാച്ചാണ് എടുത്തതെങ്കിൽ, അതായത് ഔട്ടാകുന്ന രീതിയിലുള്ള ക്യാച്ചാണ് എടുത്തതെങ്കിൽ ബാറ്റർ ഓടിയെടുത്ത റൺസ് നൽകുകയില്ല. പക്ഷെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ റൺസ് നൽകുകയായിരിക്കും. അല്ലെങ്കിൽ ഓട്ടം പൂർത്തിയാക്കിയാലും 6 റൺസ് നൽകിയില്ല. അതായത് നോബോളിൽ ക്യാച്ച് ശരിയായ രീതിയിൽ ക്യാച്ച് എടുക്കുകയാണെങ്കിൽ 6 റൺസ് ലഭിക്കുകയില്ല എന്നാണ് നോബോൾ ക്യാച്ച് നിയമത്തിൽ വരുന്നത്. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് റിവ്യൂ സിസ്റ്റം അഥവാ DRSലാണ്. DRSൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ബാറ്റർ അതായത് വിക്കറ്റ് കീപ്പർ ഒരു ക്യാച്ചിന് അപ്പീൽ ചെയ്യുകയാണെങ്കിൽ ബാറ്റർ അത് റിവ്യൂവിന് കൊടുക്കുക. ക്യാച്ച് കേട്ടോ, അത് കീപ്പർ ക്യാച്ച് അല്ലെങ്കിൽ ക്യാച്ചിന് ആ നിക്കോമീറ്ററിൽ ടച്ച് ഉണ്ടോ എന്നറിയാനുള്ള ക്യാച്ചിന് അപ്പീൽ ചെയ്യുകയാണെങ്കിൽ തേർഡ് അമ്പയർ അത് പരിശോധിക്കും. പക്ഷേ അത് നേരത്തെ ക്യാച്ച് മാത്രമേ ഉണ്ടോ എന്ന്, അതായത് ടച്ച് ഉണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കാറുണ്ടായുള്ളൂ. പക്ഷെ ഇനി ചെയ്യാൻ പോകുന്നത് ബോൾ ട്രാക്കിംഗ് കൂടി പരിശോധിക്കുമ്പോൾ LBW ആണെന്ന് കൂടി പരിശോധിക്കും. അതായത് ബാറ്റ് കൊള്ളുന്നതിന് മുമ്പ് പന്ത്
പാഡിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ LBW കൂടി പരിശോധിക്കും. അമ്പയർ കോൾ ഔട്ട് ആണെങ്കിൽ ബോൾ ട്രാക്കിംഗ് സമയത്ത് LBW പരിഗണിച്ചിട്ട് അത് ശരിയാണെങ്കിൽ അമ്പയർ കോൾ ഔട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അമ്പയർക്കാണ് ആ കോൾ കൊടുക്കുന്നതെങ്കിൽ നേരത്തെ അമ്പയർ ഔട്ട് വിളിച്ചതനുസരിച്ച് അത് LBW അംഗീകരിക്കും. നേരത്തെ ക്യാച്ച് മാത്രമേ, അതായത് സ്നിക്കോമീറ്റർ അത് വേരിയേഷൻ ഉണ്ടായോ, ബാറ്റിൽ ടച്ച് ചെയ്തോ എന്ന് മാത്രമേ പരിശോധിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ബോൾ ട്രാക്കിങ്ങും LBW കൂടി പരിശോധിക്കും എന്നുള്ളതാണ് പുതിയ മാറ്റം. ഇത്തരം മാറ്റങ്ങളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതുതായിട്ട് ICC കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഇത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.